ന്യൂസ് ചാനൽ. ഞാൻ അങ്ങനെ ഇപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലാണ്. ഇതെന്റെ വിയറ്റ്നാമിലെ സെക്കൻഡ് ഡേ ആണ്. ഞാനിപ്പം ഉള്ളത് വിയറ്റ്നാമിലെ ഹനോയ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്. നമ്മുടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഈ ഹനോയ് എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ഇന്നലെയായിരുന്നു നമ്മൾ ട്രെയിൻ സ്ട്രീറ്റും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ വിയറ്റ്നാമിന്റെ ഒരു നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് ഈ ഒരു വീഡിയോയിൽ ഫുള്ള് നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. അപ്പം നാം താമസിക്കുന്ന ഹനോയ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വളരെ വോക്കബിൾ ഡിസ്റ്റൻസ്, അതായത് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് വരുന്നത്. ഇതൊരു ഹാപ്പനിങ് പ്ലേസ് ആണ്. എല്ലാ വീക്കെൻഡ്സിലുമാണ് ഈ സ്ഥലം ഓൺ ആയിട്ടിരിക്കുക. അതായത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേസിലാണ് നമുക്ക് ഈ ഒരു സ്ഥലം ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സ്ഥലം എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു ഹോട്ടലിലായിരുന്നു ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് വെറും വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിലോട്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ഇവിടെ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്നത് ഏകദേശം ഒരു റെയിനി സീസണിലായിരുന്നു. അപ്പം കുറച്ച് മഴയൊക്കെ ഇങ്ങനെ പൊടിയുന്നുണ്ട്. ഇവിടുത്തെ റോഡും വഴിയരികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയാണ്. എസ്പെഷ്യലി ഇവിടുത്തെ ബാങ്ക് തന്നെ കാണണം. ഈ ബാക്ക് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ബാങ്ക് ആണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ബാങ്കാണ് കേട്ടോ, സി ബാങ്ക്. ഇതിങ്ങനെ അങ്ങ് പടർന്ന് പന്തലിച്ച് കിടക്കുവാണ്. വളരെ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ? പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുപാട് പേര് ഈ റിക്ഷ പോലത്തെ ഈ ഒരു സംഭവത്തിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ വിയറ്റ്നാം. ആൾക്കാരൊക്കെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. അതായത് എല്ലാ കാര്യങ്ങളും വളരെ കാം ആയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പേഴ്സണലി. പിന്നെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഈ റോഡിന്റെ സൈഡിലായിട്ട് ഒരുപാട് പേര് ഇരുന്ന് ബിയറൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ ഇതൊക്കെ കാഴ്ചകളാണ്. തന്നെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ റോഡ് സൈഡിലൊന്നും നിന്ന് സ്മോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷെ ഇവിടെ തുര അതായത് അവിടെ ഇവിടെ എല്ലായിടത്തും ഇതുപോലെ സ്മോക്കിംഗ് ഏരിയയും അതുപോലെ തന്നെ ആഷ് ട്രേസും ഇതുപോലത്തെ വേസ്റ്റ് ബിന്നും വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ സിഗരറ്റ് വലിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് പോവാട്ടോ. അതായത് പബ്ലിക് പ്ലേസിൽ ഇവിടെ സിഗരറ്റ് വലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ആ ഒരു 1 കിലോമീറ്റർ ഇങ്ങനെ നടന്ന് ആ സ്ഥലത്തോട്ട് പോവാണ്. പിന്നെ ഈ ഒരു നൈറ്റ് ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതായത് കുറെ ലൈറ്റ്സും കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ ഫ്ലാഗും ഒക്കെ വെച്ചിരിക്കുന്നത് കാണാനും ഭയങ്കര ഭംഗിയാണ്. ആൻഡ് ഓൾസോ ഭയങ്കര എന്താ പറയാ, എന്തോ ഒരു സംഭവം ഉള്ളില്. ജസ്റ്റ് ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടപ്പം ഇഷ്ടപ്പെട്ട് എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ കുറെ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ ചെടികൾ ഇങ്ങനെ നട്ടു വെച്ചിരിക്കുകയാണ് റോഡിന്റെ സൈഡിൽ മുഴുവനും. അതും എന്ത് ഭംഗിയെന്നറിയോ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നടന്നു പോവാണെങ്കിൽ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നടന്നു പോവാം കേട്ടോ. അങ്ങനെ നമ്മള് ആ സ്ട്രീറ്റിന്റെ അകത്തോട്ട് കയറുവാണ്. കോക്കനട്ടിന് ഇവിടെ 25K ഉള്ളൂ. നമ്മളെ പറ്റിച്ചായിരുന്നു കേട്ടോ. ബിക്കോസ് നമ്മൾ ആദ്യം തേങ്ങ കഴിച്ചപ്പം 50K എന്നാണ് നമ്മളെടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ 25,000 രൂപയുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ ഒന്ന് ചതിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലായല്ലോ. പോകുന്ന വഴിക്ക് ബോഡി സ്പാ, ഫുഡ് സ്പാ, ഹെയർ സ്പാ, അങ്ങനെ പലതരം സ്പാ ഏരിയസും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ കിട്ടും. ഇതിപ്പം ക്രൗഡഡ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ആളും തിരക്കുകളും കാര്യങ്ങളും ആവും. ലുക്ക് എന്തോണാ നോക്കി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട്. കണ്ടോ, ഇത് ഇവിടെ കസ്റ്റമേഴ്സ് ഒക്കെ ഇനി വരാൻ വേണ്ടിയിട്ട് ചെയറൊക്കെ ക്ലീൻ ചെയ്തിടുവാണ്. എല്ലാം ബാർ പാർലേഴ്സ് ആണ്. ബിക്കോസ് നമുക്ക് ബിയറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അവിടെ ഒരു ചേച്ചി ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് പോകുന്നു. ഇവിടെ സൈഡിലെല്ലാം നിന്ന് ഇങ്ങനെ ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുവാണ്. നമ്മൾ കുറച്ചുകൂടെയും ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലോട്ട് പോവാണ് കേട്ടോ. അതേ റോഡിന്റെ നടുക്കൊക്കെ ചെയറൊക്കെ ഇട്ട്. ആക്ച്വലി ഇത് രാവിലെ സമയങ്ങളിൽ റോഡാണ്, ഇതിലെ വണ്ടി പോകുന്നതാണ്. പക്ഷെ ഇപ്പം ഇവിടെ ചെയറൊക്കെ ഇട്ടിരുന്നിട്ട് എല്ലാവരും ഫുഡും ബിയറും കാര്യങ്ങളൊക്കെ കഴിക്കുവാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി ഈ ഒരു കൾച്ചർ. ഞാൻ കൂടുതൽ എന്റെ ഫേസും കാര്യങ്ങളും കാണിക്കുന്നില്ല കേട്ടോ. എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എന്നെ നിങ്ങൾ എന്നും കാണുന്നതല്ലേ. നമുക്ക് ഈ ഒരു സ്ഥലം കാണാം. ഒരു ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ, പലതരം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ്. നമുക്ക് വില ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഇത് ചക്കയാണേ. ഹൗ മച്ച്? 50.
45 ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾ കണ്ട ഒരു സ്ട്രീറ്റിന്റെ അവസ്ഥയാണ് ഇത് കേട്ടോ. അതായത് ഇവിടെ മുഴുവനും ചെയേഴ്സും ഫുള്ള് ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇവരത് ഫുള്ള് ക്ലിയർ ചെയ്ത് ഇവിടെ മൊത്തം ക്ലീൻ ആക്കി. ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ചക്കപ്പഴവും അതുപോലെ തന്നെ മാങ്ങാപ്പഴവും വാങ്ങിച്ചു.